ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ഇന്ദുജാൻ. നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റഡി വിത്ത് റെനാൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാമത് കേട്ടഡ് കാറ്റഗറി 4 ഹിന്ദിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാമിന് മുന്നേ പഠിച്ചു തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ നന്നായി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എക്സാമിന് അത് എന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ കൂടെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഹിന്ദിയുടെ വീഡിയോസാണ്. ആൻഡ് HSC ഹിന്ദിയുടെ പ്രിപ്പറേഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് കൂടാതെ സൈക്കോളജി, പെഡഗോഗി, മലയാളത്തിൻ്റെ ക്ലാസ്സസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹിന്ദിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടഡ് 4. अब നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, हिंदी गद्य साहित्य के विकास के साथ जुड़ी भाषा. फर्स्ट क्वेश्चन, हिंदी गद्य साहित्य के विकास के साथ जुड़ी भाषा. ऑप्शन ए गडी बोली, ऑप्शन बी अवधी, ऑप्शन सी राजस्थानी, ऑप्शन डी ब्रज ഭാഷ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഗഡി ബോളി. ഗദ്യ സാഹിത്യത്തിൻ്റെ വികാസത്തിൽ സാജുഡി ഭാഷ. ഓക്കെ, ഭാഷയുടെ ഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉഷാ പ്രിയംവദ की कहानी वापसी का प्रतिपाद्य विषय. വാപ്പസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഹാനിയാണ്. ഉഷാ പ്രിയംവദയുടെ കഹാനിയാണ്. ആൻഡ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഗജാന്തർ ബാബു. അതെല്ലാം ഓർത്ത് വയ്ക്കുക. ഗജാന്തർ ബാബു റിട്ടയർ ആയിട്ട്, റെയിൽവേയിൽ നിന്ന് റിട്ടയർ ആയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒരു വീട്ടിൽ നടക്കുന്ന അദ്ദേഹം അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെയാണ് ആ കഥയിൽ പറയുന്നത്. ഓക്കെ, ऑप्शन ए राजनीतिक समस्याएं, ऑप्शन बी पारिवारिक विसंगतियां, ऑप्शन सी ब्रिटिश राज, ऑप्शन डी दहेज प्रथा. ऑप्शन बी पारिवारिक विसंगतियां അതിലെ പ്രതിപാദ്യ വിഷയം കേട്ടോ. नेक्स्ट क्वेश्चन, मैथिली शरण गुप्त की कृति पंचवटी के संबंध में सही प्रस्ताव कौन सा है? मैथिली शरण गुप्तയുടെ पंचवटी. ऑप्शन ए नाटक, ऑप्शन बी उपन्यास, ऑप्शन सी कविता, ऑप्ഷൻ ഡി ലേക്ക്. ഓപ്ഷൻ സി കവിത. കാറ്റഗറി 3ക്കും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കാറ്റഗറി 3ക്കും കാറ്റഗറി 4നും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ഒരുമിച്ച് പ്രിപ്പയർ ആവുക. കാരണം സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് രണ്ടിലും വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഉപന്യാസങ്ങൾ, ഏതൊക്കെയാണ് കഹാനി, ഏതെല്ലാമാണ് കവിത എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, शासकीय कार्यों के लिए प्रयुक्त भाषा. भाषा പഠിക്കണം. ऑप्शन ए अंतर्राष्ट्रीय भाषा, ऑप्शन बी राष्ट्रभाषा, ऑप्शन सी राजभाषा, ऑप्शन डी संपर्क भाषा, ऑप्शन सी राजभाषा. सर्टिफिकेट का हिंदी शब्द. ऑप्शन ए परिपत्र, ऑप्शन बी प्रपत्र, ऑप्शन सी प्रमाण पत्र, ऑप्शन डी प्रामाणिक पत्र, प्रामाणिक प्रति. ऑप्शन सी ആണ് കറക്റ്റ് ആൻസർ, प्रमाण पत्र. ओके, नेक्स्ट क्वेश्चन, प्रेमचंद की कहानी पूस की रात में किसका चित्रण है? ऑप्शन ए कृषक जीवन की समस्या, ऑप्शन बी राजनीतिक समस्या, ऑप्शन सी देश विभाजन की समस्या, ऑप्शन डी दहेज प्रथा की समस्या. प्रेमचंद की कहानी पूस की रात ഏത് സമസ്യയാണ്? കൃഷക് ജീവൻ കി സമസ്യയാണ് അല്ലേ. അപ്പോൾ എല്ലാ കഹാനികളും പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ആ കഥ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ അതിൽ പറയുന്ന ഇഷ്യൂസ് പഠിച്ചാലും മതി. ഓൾറെഡി ഉപന്യാസത്തിൻ്റെ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണാത്തവർക്ക് അത് കാണാം. ഓക്കെ, ब्रज बोली और गडी बोली दोनों से संबंध रखने वाली है. രണ്ടും ബോലികൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിലാണ് ഓപ്ഷൻ എ പശ്ചിമി ഹിന്ദി, ഓപ്ഷൻ ബി പൂർവി ഹിന്ദി, ഓപ്ഷൻ സി രാജസ്ഥാനി, ഓപ്ഷൻ ഡി ബിഹാരി. ഓപ്ഷൻ എ പശ്ചിമി ഹിന്ദി. പശ്ചിമി ഹിന്ദിയിൽ വരുന്ന ബോലികളാണ് ബ്രജ് ബോലിയും ഗഡി ബോലിയും. ബോലി ചെയ്തിട്ടുണ്ട്, കോഡിലൂടെ പഠിക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിവംശ് റായ് ബച്ചൻ की ആത്മകഥ. ആത്മകഥകളുടെ വീഡിയോ നമ്മൾ ചെയ്യും. ആത്മകഥ, ഹരിവംശ് റായ് ബച്ചൻ की ആത്മകഥ ഏതാണ്? क्या भूलूं क्या याद करूं, नीड का निर्माण फिर,
ബസേരെ സെ ദൂർ ഉപര്യുക്ത് സഭി. ഓപ്ഷൻ ഡി ഉപര്യുക്ത് സഭി. ഹരിവംശ് റായ് ബച്ചൻ്റെ ആത്മകഥകളാണ് ഈ മൂന്നെണ്ണം കേട്ടോ. ഓക്കെ, ഉപര്യുക്ത് സഭിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ വരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ആത്മകഥ എന്ന പോർഷൻ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഉപര്യുക്ത് സഭി എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ പലർക്കും 2-3 ആത്മകഥകളുണ്ട്, 2-3 ഭാഗങ്ങളായിട്ട് ചെയ്തവരുണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് പഠിക്കണം. സംഗതി മേ പ്രയുക്ത് ഉപസർഗ് ഗ്രാമറാണ്. ഗ്രാമറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വരും കേട്ടോ. കാറ്റഗറി 4 സംഗതി മേ പ്രയുക്ത് ഉപസർഗ്. ഓപ്ഷൻ എ സം, ഓപ്ഷൻ ബി സൺ, ഓപ്ഷൻ സി സംഖ്, ഓപ്ഷൻ ഡി സം. ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. സംഗതി, സം. ഓക്കെ, സംഗതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുമിത്രാനന്ദൻ പന്ത് കാ കാവ്യ ലോകായതൻ. ലോകായതൻ വളരെ ഫേമസ് ആണ്. സുമിത്രാനന്ദൻ പന്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലോകായതൻ പറയാതെ പോവില്ല അല്ലേ. മേം ഏക് യുഗ് പ്രവർത്തക കാ വർണ്ണൻ ഹേ വേ കോൻ ഹേ. ആരെ കുറിച്ചിട്ടാണ് ലോകായതനിൽ വർണ്ണിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദ്, ഓപ്ഷൻ ബി അബ്രഹാം ലിങ്കൺ, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയാണ് കറക്റ്റ് ആൻസർ. नेक्स्ट क्वेश्चन. इनमें मापने का संबंध किससे है? ऑप्शन ए प्रयोगवाद, ऑप्शन बी हालावाद, ऑप्शन सी छायावाद, ऑप्शन डी പ്രഗതിവാദ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പ്രയോഗവാദ്. ഓക്കെ, അഗ്നേ പ്രയോഗവാദാണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നമുക്കറിയണം ഹാലാവാദിൽ ആരാണ്, ഛായാവാദിൽ ആരാണ്, പ്രഗതിവാദിൽ ആരാണ്, പ്രയോഗവാദിൽ ആരാണെന്ന് കൃത്യമായിട്ട് അറിയണം. नेक्स्ट. उच्चारण स्थान की दृष्टि से ज किस वर्ग में है? ऑप्शन ए औष्ठ्य, ऑप्शन बी मूर्धन्य, ऑप्शन सी तालव्य, ऑप्शन डी काकल्य. ऑप्शन सी ആണ് കറക്റ്റ് ആൻസർ, താലവ്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും കേട്ടോ. എല്ലാ കാറ്റഗറിയിലും വരും, 2 കാറ്റഗറിയിലും വരും. बीचक വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. बीचक नामक ग्रंथ में किसकी रचनाएं संग्रहित है? ऑप्शन ए कबीरदास, ऑप्शन बी तुलसीदास, ऑप्शन सी बिहारी, ऑप्शन डी सूरदास. ऑप्शन ए ആണ് കറക്റ്റ് ആൻസർ, കബീർദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇതേപോലത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് കാറ്റഗറി 4ൻ്റെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേക്കുന്നത്. उच्चारण स्थान के आधार पर चा निम्नलिखित किस कोटि में है? ऑप्शन ए दंत्य, ऑप्शन बी तालव्य, ऑप्शन सी मूर्धन्य, ऑप्शन डी खंड्य. ऑप्शन बी तालव्य ആണ് करेक्ट आंसर, चा. नेक्स्ट क्वेश्चन. कुमार रंपुच द्वारा रचित एक आदमी जंगल में किस कोटि में है? ऑप्शन ए खंडकाव्य, ऑप्शन बी महाकाव्य, ऑप्शन सी मुक्तकाव्य, ऑप्ഷൻ ഡി ചമ്പുകാവ്യ. ഓപ്ഷൻ സി മുക്തകാവ്യ. അപ്പോൾ ഖണ്ഡകാവ്യങ്ങൾ ഏതാണ് പഠിക്കുമ്പോൾ അത് എഴുതുക. അത് ഖണ്ഡകാവ്യമാണെങ്കിൽ അത് ഖണ്ഡകാവ്യമാണ്, മഹാകാവ്യമാണെങ്കിൽ മഹാകാവ്യമാണ് എന്ന് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, नेक्स्ट क्वेश्चन. इनमें कौन सी विशेषता प्रगतिवाद की है? ऑप्शन ए अतिरंजित कल्पना, ऑप्शन बी सामाजिक चेतना, ऑप्शन सी रहस्यवादी प्रवृत्तियां, ऑप्शन डी भक्तिपरक प्रवृत्तियां. ऑप्शन बी ആണ് കറക്റ്റ് ആൻസർ, സാമാജിക് ചേതന. പ്രഗതിവാദെന്നും പ്രയോഗവാദെന്നും ക്വസ്റ്റ്യൻസ് വരും. 2ൻ്റെ ഒരു ഔട്ടർ ലൈൻ, അതായത് നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി, അത് മാത്രമേ വരുള്ളൂ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ ശ്രദ്ധിക്കണം. ഓക്കെ, പ്രഗതിവാദ്. അടുത്ത ക്വസ്റ്റ്യനും പ്രഗതിവാദിൽ തന്നെയാണ്. यशपाल की गणना निम्नलिखित किस कोटि में है? ऑप्शन ए छायावादी, ऑप्शन बी प्रगतिवादी, ऑप्शन सी हालावादी, ऑप्शन डी रहस्यवादी. ऑप्शन बी प्रगतिवादी ആണ് കേട്ടോ करेक्ट आंसर. नेक्स्ट क्वेश्चन. मोहन रेलगाड़ी से दिल्ली गया, यहाँ रेलगाड़ी से में प्रयुक्त कारक कौन सा है? कारक ഗ്രാമർ വരും. ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 10 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നന്നായി ഗ്രാമർ പഠിക്കണം. ഓക്കെ, ഓപ്ഷൻ എ കർത്ത കാരക്, ഓപ്ഷൻ ബി കർമ്മ കാരക്, ഓപ്ഷൻ സി കരൺ കാരക്, ഓപ്ഷൻ ഡി അപാദാൻ കാരക്. ഓപ്ഷൻ സി കരൺ കാരക് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. കാരക് പഠിക്കണം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കാരക് എന്ന്. इनमें अनुनासिकता किस शब्द में है? ऑप्शन ए कहीम, ऑप्शन बी कंठ, ऑप्शन सी गंगा, ऑप्शन डी आनंद. ऑप्शन ए कहीम ആണ് കേട്ടോ കറക്റ്റ് ആൻസർ, കഹീം.
नेक्स्ट क्वेश्चन ग्रामर आना, इनमें सकर्मक क्रिया किस वाक्य में है? सकर्मक क्रिया वाक्यम. ऑप्शन ए गाड़ी तेजी से चलती है. ऑप्शन बी मजदूर काम करते हैं. ऑप्शन सी बगीचे में कलियां गिलती है. ऑप्शन डी पानी धीरे धीरे बहता है. ऑप्शन बी ആണ് കറക്റ്റ് ആൻസർ, मजदूर काम करते हैं. ओके, सकर्मक क्रिया ആണ് കേട്ടോ. नेक्स्ट क्वेश्चन, वीरगाथा काव्य की विशेषताओं में कौन सी नहीम है ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ऑप्शन ए कल्पना का प्राचुर्य. ऑप्शन बी वीर श्रृंगार रसों का समन्वय. അതെല്ലാം വീരകഥാക്കാരിൽ ഉണ്ടായിരുന്നു. ഓപ്ഷൻ സി അക്ഷയദാതാവും की പ്രസ്തുതി അത് ഉണ്ടായിരുന്നു. ഓപ്ഷൻ ഡി സമാജ്വാദി പ്രാധാർത്യ അതാണ് ഇല്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓക്കെ, നഹീം ഹേ ആണ് വീരകഥാക്കാലിൽ ചോദിച്ച പോലെ തന്നെ പ്രഗതിവാദവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ കാലത്തിലും അതിൻ്റെ വിശേഷതകൾ നന്നായി നോക്കി വയ്ക്കുക. കാറ്റഗറി 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേഴ്സൺ കാ ഹിന്ദി ശബ്ദ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സർട്ടിഫിക്കറ്റ് ഓൾറെഡി ചോദിച്ചു അല്ലേ. അപ്പോൾ പേഴ്സൺ വലിയ ബുദ്ധിമുട്ടില്ല. ഓപ്ഷൻ എ പ്രതിശത്താണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ പ്രതിശത്, പെട്ടെന്ന് തന്നെ കിട്ടും. नेक्स्ट क्वेश्चन, पृथ्वीराज रासो से संबंधित निम्नलिखित प्रस्तावों में कौन सा गलत है? गलत ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വീരകഥാ കാൽ के बहुत प्रसिद्ध ग्रंथ കറക്റ്റ് ആണല്ലേ. വീരകഥാ കാലിലെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് പൃഥ്വിരാജ് റാസോ. യ പ്രബന്ധ കാവ്യ ഹി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ചന്ദബർദായി ദ്വാര രചിച്ച, ചന്ദബർദായി തന്നെയാണ് രചിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഇൻമേം ഉദയ് സിംഗ് की വീരകൃതി കാ വർണ്ണൻ ഹേ, അതാണ് ഗലത്. ഓപ്ഷൻ ഡി ആണ് ഗലത്. ഓക്കെ, പെട്ടെന്ന് തന്നെ ആൻസറിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇൻമേം വിശേഷൺ ശബ്ദ് കോൺസാ ഹേ, ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ठंडा. नेक्स्ट क्वेश्चन, गढ़ी बोली के व्यापक प्रचार से उल्लेखनीय काल ഏതാണ്? ഓപ്ഷൻ എ ആദ്യകാൽ. ഓപ്ഷൻ ബി ഭക്തികാൽ. ഓപ്ഷൻ സി ആധുനിക് കാൽ. ഓപ്ഷൻ ഡി രീതികാൽ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ആധുനിക് കാൽ. नेक्स्ट क्वेश्चन, गरीबों को कुछ दे देना, यह कुछ शब्द क्या है? ऑप्शन ए प्रश्नवाचक सर्वनाम. ऑप्शन बी अनिश्चयवाचक सर्वनाम. ऑप्शन सी निश्चयवाचक सर्वनाम. ഓപ്ഷൻ ഡി നിജവാചക് സർവനാം. ഗ്രാമറിൽ നിന്നാണ് സർവനാം പഠിക്കണം കേട്ടോ. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. അനിശ്ചയവാചിക്കാണ് കുച്ച്. അതിൽ ഒരു എന്താ പറയുക, അത് കറക്റ്റ് ഇത്ര മെഷർമെൻ്റ് എന്ന് പറയുന്നില്ലല്ലോ. ഗരീബോം കോ കുച്ച് ദേ ദേന, കുച്ച്. അപ്പോൾ അനിശ്ചയവാചകാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, बाचेम गिल जाना मुहावरे का अर्थ है? മുഹാവരെ എന്ന് ഒരു ക്വസ്റ്റ്യൻ, ലോകോക്തി എന്ന് ഒരു ക്വസ്റ്റ്യൻ കാറ്റഗറി 4 വരും കേട്ടോ. അപ്പം വളരെ എളുപ്പമുള്ളതായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ അതൊന്ന് നോക്കുക. ജസ്റ്റ് കുറച്ച് മുഹാവരെ കുറച്ച് ലോകോക്തികളൊക്കെ നോക്കുക. രണ്ടെന്ന് ഓരോ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇതിൽ ഓപ്ഷൻ സി പ്രസന്ന ഹോണ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. പ്രസന്ന ഹോണ. ബാച്ചേം ഗിൽ ജാന മുഹാവരയുടെ അർത്ഥം എന്താണ്? പ്രസന്ന ഹോണ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. नेक्स्ट क्वेश्चन, इनमें स्त्रीलिंग शब्द कौन सा है? ऑप्शन ए पानी. ऑप्शन बी दही. ऑप्शन सी मोती. ऑप्शन डी वाणी. ഓപ്ഷൻ ഡി വാണിയാണ് കറക്റ്റ് ആൻസർ. സ്ത്രീലിംഗ് പുല്ലിംഗ് കാണാനുള്ള കുറച്ച് ട്രിക്സുകളുണ്ട്, അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. नेक्स्ट क्वेश्चन, संगठन में बड़ी शक्ति होती है, इस अर्थ को सूचित करने वाली लोकोक्ति है? ലോകോക്തി ആണ് ചോദിച്ചിരിക്കുന്നത്. സംഘടൻ में बड़ी शक्ति होती है. സംഘടൻ കൂടെ നിന്നല്ലേ. അപ്പോൾ അതേതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. एक और एक 11 होते हैं. ഓക്കെ, അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, അതാണ്. आषाढ़ का एक दिन नाटक में प्रमुख पात्र के रूप में आने वाला कवि. നാടകം പഠിക്കുമ്പോൾ ആഷാഢ് കാ ഏക് ദിൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരെണ്ണമാണ്. ഓപ്ഷൻ എ കാളിദാസ്. ഓപ്ഷൻ ബി തുളസിദാസ്. ഓപ്ഷൻ സി ബാണഭട്ട്. ഓപ്ഷൻ ഡി അശ്വഘോഷ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കാളിദാസ് ആണ് കേട്ടോ. ആഷാഢ് കാ ഏക് ദിൻ്റെ പ്രമുഖ കഥാപാത്രം ആരാണ്? കാളിദാസ് ആണ്. ഓക്കെ, नेक्स्ट क्वेश्चन, प्रेमचंद का उपन्यास निर्मला में
ചിത്രിത് പ്രമുഖ സമസ്യ നിർമ്മയിലെ പ്രമുഖ സമസ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബേकारी की समस्या, ഓപ്ഷൻ ബി अनमेल विवाह, ഓപ്ഷൻ സി जातिगत भेदभाव, ഓപ്ഷൻ ഡി शहरी जीवन की समस्या. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, अनमेल विवाह. नेक्स्ट क्वेश्चन, पूर्वी हिंदी के अंतर्गत आने वाली बोली कौन सी है? ബോലികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബോലിയിൽ നിന്ന് വരുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ എ ബ്രജ് ഭാഷ, ഓപ്ഷൻ ബി അവധി, ഓപ്ഷൻ സി ബുന്ദേലി, ഓപ്ഷൻ ഡി മൈഥിലി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, അവധി, പൂർവി ഹിന്ദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻമേം സഹി വാക്യ कौन सा है? सही ആണ് ചോദിച്ചിരിക്കുന്നത്. प्रसाद और पंत छायावाद के कवि थे. नेक्स्ट ऑप्शन, प्रसाद और पंत छायावाद के कवियां दे. ऑप्शन सी प्रसाद और पंत छायावाद की कवि दी. ऑप्शन डी प्रसाद और पंत छायावाद की कवियां दी. ऑप्शन ए ആണ് करेक्ट आंसर, प्रसाद और पंत छायावाद के कवि दे. नेक्स्ट क्वेश्चन, कई दिनों से अधिकारियों को मजदूर से पत्र लिखे जाते हैं. इस वाक्य में लिखे जाते हैं क्रिया रूप का व्याकरणिक संबंध किस शब्द से है? ओके, ग्रामर आना. ऑप्शन ए दिन, ऑप्शन बी अधिकारी, ऑप्शन सी मजदूर, ऑप्शन डी पत्र. लिखे जाते हैं माना पैदाना पत्र. नेक्स्ट क्वेश्चन, गांधी जी की धीरता में धीरता शब्द क्या है? വ്യക്തിവാചക സംഖ്യ നൗൺ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ജാതിവാചക സംഖ്യ, ഭാവവാചക സംഖ്യ, പദാർത്ഥവാചക സംഖ്യ. ഭാവമാണ് അല്ലേ, ഗാന്ധിജിയുടെ ആ ഒരു ധീരതയാണ് പറയുന്നത്. ഭാവവാചക സംഖ്യ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. नेक्स्ट क्वेश्चन, स्कंदगुप्त नाटक के रचनाकार का एक और नाटक. स्कंदगुप्त ആരാ എഴുതിയത്? ഛായാവാദിലെ ജയശങ്കർ പ്രസാദ് ആണ് അല്ലേ. അപ്പോൾ സ്കന്ദഗുപ്ത് നാടക के रचनाकार का एक और नाटक ഏതാണ്? ऑप्शन ए कर्तव्य, ऑप्शन बी चंद्रसेन, ऑप्ഷൻ സി ഭാരത് ദുർദശ, ഓപ്ഷൻ ഡി അജാത് ശത്രു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, അജാത് ശത്രു. ജയശങ്കർ പ്രസാദിൻ്റെ നാടകങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. നാടകത്തിന് വന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. വ്യാകരണിക് ദൃഷ്ടി സെ സഹി വാക്യ. ഗ്രാമറിൽ ഈ പോർഷനിൽ വന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇതിന്ന് എന്തായാലും രണ്ട് ക്വസ്റ്റ്യൻസ് വരും എന്ന് ഉറപ്പിക്കാം. ऑप्शन ए सरकार द्वारा लोगों को सहायता दिया गया, ऑप्शन बी सरकार द्वारा लोगों को सहायता दी गई, ऑप्शन सी सरकार द्वारा लोगों को सहायता दिया, ऑप्शन डी सरकार द्वारा लोगों को सहायता दी. ऑप्शन बी ആണ് കറക്റ്റ് ആൻസർ, सरकार द्वारा लोगों को सहायता दी गई. ऑप्शन बी ആണ് കറക്റ്റ് ആൻസർ. नेक्स्ट क्वेश्चन, हिंदी रेखा चित्र के क्षेत्र में बहुत प्रसिद्ध साहित्यकार आराना. ऑप्शन ए महादेवी वर्मा, ऑप्शन बी प्रेमचंद, ऑप्शन सी सुभद्रा कुमारी चौहान, ऑप्शन डी वृंदावन लाल वर्मा. ऑप्ഷൻ എ മഹാദേവി വർമ്മയാണ് കറക്റ്റ് ആൻസർ. മഹാദേവി വർമ്മയുടെ ഗില്ലു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഭയങ്കര കൃത്യമായിട്ട് തന്നെ നോക്കണം കേട്ടോ. नेक्स्ट क्वेश्चन, इनमें कौन सी ഛായാവാദി രചന ഹേ? ഏതാണ് ഛായാവാദി രചന? ഛായാവാദ് കൃത്യമായിട്ട് പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഓപ്ഷൻ എ വൈദേഹി വനവാസ്, ഓപ്ഷൻ ബി ആൻസു, ഓപ്ഷൻ സി ഭാരത് ഭാരതി, ഓപ്ഷൻ ഡി മധുശാല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ആൻസു ആണ് കറക്റ്റ് ആൻസർ, പ്രസാദിൻ്റെ ആൻസു. नेक्स्ट क्वेश्चन, इनमें प्रयोगवाद से संबंधित काव्य संग्रह. ഓക്കെ, അപ്പം പ്രകൃതിവാദത്തിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ വന്ന് പ്രയോഗവാദത്തിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ എ മധുശാല, ഓപ്ഷൻ ബി ചിദംബര, ഓപ്ഷൻ സി താരസപ്തക്, ഓപ്ഷൻ ഡി ഭാരത് ഭാരതി. ഓപ്ഷൻ സി ആണ് താരസപ്തക്. അഗ്നേയൊക്കെ ഉള്ളതാണ് താരസപ്തക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രയോഗവാദ്. नेक्स्ट क्वेश्चन, इनमें कौन सी तुलसीदास की रचना नहीम है? नहीम ആണ്. ഗീതാവലി കാണുമ്പോൾ തന്നെ ടിക്ക് ഇടരുത്, നഹീം ഹേ. ऑप्शन ए गीतावली, ऑप्शन बी भक्तमाल, ऑप्शन सी रामचरितमानस, ऑप्शन डी जानकी मंगल. ऑप्शन बी ആണ് കറക്റ്റ് ആൻസർ, ഭക്തമാൽ. ഓക്കെ, नेक्स्ट क्वेश्चन,
इनमें सही रूप कौन सा है? സഹി രൂപിൽ എനിക്ക് തോന്നുന്നു 4-5 ക്വസ്റ്റ്യൻസ് കാറ്റഗറി 4 വരേണ്ട. ഗ്രാമർ പോർഷനിൽ സഹി രൂപ് എന്നാണ് 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. इनमें सही रूप कौन सा है? ऑप्शन ए काला चिड़िया, ऑप्शन बी काले चिड़िया, ऑप्शन सी काले चिड़िए, ऑप्शन डी काली चिड़िया. ऑप्शन डी ആണ് കറക്റ്റ് ആൻസർ, കാലി ചിടിയ. नेक्स्ट क्वेश्चन, प्रिय प्रवास गढ़ी बोली की श्रेष्ठ रचना है, इनके रचनाकार कौन है? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളിത് പഠിച്ചിരിക്കും. വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ എ ഭാരതേന്ദു, ഓപ്ഷൻ ബി മഥുറാം, ഓപ്ഷൻ സി മഹാവീർ പ്രസാദ് ദ്വിവേദി, ഓപ്ഷൻ ഡി ഹരിയൗത്ത്. ഹരിയൗത്താണ് കേട്ടോ കറക്റ്റ് ആൻസർ. അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗത്താണ് കറക്റ്റ് ആൻസർ. പ്രിയ പ്രവാസ് എഴുതിയത് ഹരിയൗത്താണ്. ഗഡി ബോളിയാണ് കേട്ടോ ഭാഷ. बिहारी की रचना बिहारी चचाई की भाषा, बिहारी चचाईയുടെ ഭാഷ. ഓപ്ഷൻ എ അവധി, ഓപ്ഷൻ ബി ഗഡി ബോലി, ഓപ്ഷൻ സി ബ്രജ് ഭാഷ, ഓപ്ഷൻ ഡി മൈഥിലി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബ്രജ് ഭാഷ. നെക്സ്റ്റ് ഗ്രാമർ ആണ്. വ്യാകരണിക് ദൃഷ്ടി സേ സഹി വാക്യ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ ഈ കാറ്റഗറിയിൽ വരുന്ന. സഹി വാക്യത്തിൽ വരുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ. लड़के ने कोशिश की, लड़के ने मेहनत किया, लड़के ने परिश्रम की, लड़के ने प्रयत्न की. ऑप्शन ए ആണ് करेक्ट आंसर, लड़के ने कोशिश की. नेक्स्ट क्वेश्चन, इनमें प्रेमचंद से संबंधित सही कथन कौन सा है? ऑप्शन ए सही ആണ് കേട്ടോ ചോദിച്ചത്, സഹിയാണ്. वे हिंदी नाटक के जनक थे. गढ़ी, ऑप्शन बी गढ़ी बोली हिंदी के महाकवि. ऑप्शन सी विचार विमर्श नामक ग्रंथ में उनके लेख संग्रहित है. ऑप्शन डी वे पहले उर्दू में लिखते हैं. अब प्रेमचंद ഏതാണ്? ऑप्शन डी ആണ് കേട്ടോ करेक्ट आंसर, वे पहले उर्दू में लिखते थे. नेक्स्ट क्वेश्चन, इनमें सही प्रयोग कौन सा है? सही प्रयोग വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പം 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ऑप्शन ए का स्वागत करना, ऑप्शन बी के स्वागत करना, ऑप्शन सी की स्वागत करना, ऑप्शन डी को स्वागत करना. ऑप्शन ए ആണ് करेक्ट आंसर, का स्वागत करना. नेक्स्ट क्वेश्चन, रीतिकाल की प्रमुख काव्य भाषा कौन सी थी? ऑप्शन ए गढ़ी बोली, ऑप्शन बी मैथिली, ऑप्शन सी अवधी, ऑप्शन डी ब्रज. ऑप्शन डी ആണ് करेक्ट आंसर, ब्रज. ഇതേ ക്വസ്റ്റ്യൻസ് കാറ്റഗറി 3ക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. नेक्स्ट क्वेश्चन, मन्नू भंडारी का उपन्यास आपका बंडी में बंडी कौन है? बंडी ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ऑप्शन ए घर का पालतू कुत्ते ആണോ, ऑप्शन बी एक राज पुरुष ആണോ, ऑप्शन सी पारिवारिक विघटन से पीड़ित बच्चे ആണോ, ऑप्शन डी किसी मंदिर का देवता. ऑप्शन सी ആണ് करेक्ट आंसर, पारिवारिक विघटन से पीड़ित बच्चे ആണ് ബണ്ടി കേട്ടോ. आपका बंडी मन्नू भंडारिയുടെ ഫേമസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. भारतेंदु युग के बाद द्विवेदी युग आता है, यह द्विवेदी से कौन सूचित है? സെയിം ക്വസ്റ്റ്യൻ കാറ്റഗറി 3ക്ക് സെയിം ഇയറിൽ സെയിം എക്സാം സമയത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ എ മഹാവീർ പ്രസാദ് ദ്വിവേദി, ഓപ്ഷൻ ബി ഹസാരി പ്രസാദ് ദ്വിവേദി, ഓപ്ഷൻ സി ഭഗവതി പ്രസാദ് ദ്വിവേദി, ഓപ്ഷൻ സി ശ്രീനാഥ് പ്രസാദ് ദ്വിവേദി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മഹാവീർ പ്രസാദ് ദ്വിവേദി. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് സൈക്കോളജിയും പെഡഗോഗിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതും പഠിക്കേണ്ടത് തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, एक से अधिक बुद्धिमत्ता के विभेदीकरण का सिद्धांत कौन सा है? ഗാർട്ട്നറിൻ്റെ ബഹുമുഖി ബുദ്ധി വികാസത്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. एक से अधिक बुद्धिमत्ता. ऑप्शन ए ज्ञान निर्मितिवाद, ऑप्शन बी सर्वभाषा व्याकरण, ऑप्शन सी बहुमुखी बुद्धि सिद्धांत, ऑप्शन डी व्यवहारवाद. ऑप्शन ए ആണ് करेक्ट आंसर, बहुमुखी बुद्धि सिद्धांत. नेक्स्ट क्वेश्चन, सुनना बोलना पढ़ना लिखना നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഭാഷായി കൗശൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. किसको सूचित करता है? ऑप्शन ए भाषाई कौशलों का क्रम, ऑप्शन बी शिक्षण सूत्र, ऑप्शन सी विभिन्न प्रोक्तियां, ऑप्शन डी व्यक्तिगत भिन्नता का सिद्धांत. ऑप्शन ए ആണ് करेक्ट आंसर, ഭാഷായി കൗശലോं का क्रम. सुनना बोलना पढ़ना लिखना കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. അത് ആ വീഡിയോ കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. नेक्स्ट क्वेश्चन, सर्वभाषा व्याकरण ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നോം ചോംസ്കിയുടെ. सर्वभाषा व्याकरण का वक्ता कौन है? ऑप्शन ए स्किनर, ऑप्शन बी
ബ്ലൂം, ഓപ്ഷൻ സി നോം ചോംസ്കി, ഓപ്ഷൻ ഡി പിയാജെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, നോം ചോംസ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ബുക്ക് की വിശേഷത क्या है? ഈ ബുക്ക് എന്താണ്? ഡിജിറ്റലായിട്ട് നമുക്ക് കിട്ടുന്ന ബുക്കാണല്ലേ. നമുക്ക് ലാപ്ടോപ്പ് വെച്ച്, ടാബ് വെച്ച്, ഫോൺ വെച്ചൊക്കെ വായിക്കാൻ പറ്റുന്ന, അതായത് പേപ്പർ രൂപത്തിലല്ലാത്ത നമ്മുടെ ഡിജിറ്റൽ രൂപത്തിൽ കിട്ടുന്ന ബുക്സിനെയാണ് ഈ ബുക്ക് എന്ന് പറയുക. അപ്പോൾ നമുക്ക് പേപ്പർ വേസ്റ്റ് ആയി പോകുന്നില്ല. അതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. ऑप्शन ए मुद्रित पुस्तक अല്ല, प्रिंटेड ആയിട്ടുള്ള പുസ്തകമല്ല. ऑप्शन बी डिजिटल रूप में उपलब्ध पुस्तक. ऑप्शन सी हस्तलिखित पुस्तक. ऑप्शन डी कागजों से सिलाई गई पुस्तक. ऑप्शन बी ആണ് करेक्ट आंसर, डिजिटल रूप में उपलब्ध पुस्तक. नेक्स्ट क्वेश्चन, शब्द भंडार से क्या तात्पर्य है? शब्द भंडार डिक्शनरी. ऑप्शन ए उच्चारण में त्रुटियां अल्लाह. ऑप्शन बी वर्णों का आकार नहीं. ऑप्शन सी शब्द संख्या में अभिवृद्धि. ऑप्शन डी मानक लिपि का प्रयोग. ऑप्शन सी आना करेक्ट आंसर, शब्द संख्या में अभिवृद्धि. नेक्स्ट क्वेश्चन, ध्वन्यात्मक प्रतीकों का निर्माण किससे होता है? ध्वन्यात्मक प्रतीकों का निर्माण. ऑप्शन ए चित्रलिपि. ऑप्शन बी ध्वनि लिपि. ऑप्शन सी भाव लिपि. ऑप्शन डी प्रतिलिपि. ऑप्शन बी आना करेक्ट आंसर, ध्वनि लिपि. ध्वन्यात्मक प्रतीकों ध्वनि लिपि. नेक्स्ट क्वेश्चन, हिंदी लेखन में आदर्श लिपि से क्या तात्पर्य है? आदर्श लिपि ഏതാണ്? ऑप्शन ए भाव लिपि. ऑप्शन बी प्रतीक लिपि. ऑप्शन सी मानक लिपि. ऑप्शन डी चित्रलिपि. ऑप्शन सी ആണ് करेक्ट आंसर, मानक लिपि, स्टैंडर्ड लिपि. ऑप्शन सी ആണ് കേട്ടോ करेक्ट आंसर. नेक्स्ट क्वेश्चन, उचित हाव भाव और शुद्ध उच्चारण से शिक्षक द्वारा कक्षा शिक्षण में वाचन करने की रीति क्या है? शिक्षक द्वारा അധ്യാപകൻ വായിക്കുന്നത് ഏതായിരിക്കും? ആദർശ വാചനാണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പെഡഗോഗി ഈ സെക്ഷൻ എല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ അനുകरण वाचन. ऑप्शन बी मौन वाचन. ऑप्शन सी आदर्श वाचन. ऑप्शन डी द्रुत वाचन. ऑप्शन सी ആണ് करेक्ट आंसर, आदर्श वाचन. नेक्स्ट, शैक्षणिक उपकरण इनमें से चुनिए. शैक्षणिक उपकरण. ऑप्शन ए वाद विवाद. ऑप्शन बी कवि सम्मेलन. ऑप्शन सी नमूने. ऑप्शन डी संगोष्ठी. ऑप्शन सी ആണ് करेक्ट आंसर, नमूने. नेक्स्ट, നിദാനാത്മക പരീക്ഷ, ഉപചാരാത്മക ശിക്ഷ, നിദാനാത്മക എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാറ്റഗറി 3ക്കും കാറ്റഗറി 4നും. निदानात्मक परीक्षा के बाद सीखने की कठिनाइयों सुधारने का कार्य क्या है? ऑप्शन ए उपचारात्मक शिक्षण. ऑप्शन बी उपलब्धि परीक्षा. ऑप्शन सी मौखिक परीक्षा. ऑप्शन डी सहकर्मी शिक्षण. ऑप्शन ए ആണ് करेक्ट आंसर, उपचारात्मक शिक्षण. नेक्स्ट क्वेश्चन, एक भाषा से दूसरी भाषा में हर शब्दों के अनुवाद करने को क्या कहते हैं? ऑप्शन ए भावानुवाद. ऑप्शन बी साहित्यानुवाद. ऑप्शन सी वाक्यानुवाद. ऑप्शन डी शब्दानुवाद. ऑप्शन डी ആണ് करेक्ट आंसर, शब्दानुवाद. नेक्स्ट क्वेश्चन, इनमें शिक्षण सूत्र कौन सा है? कौन सा नहीं है? इनमें शिक्षण सूत्र कौन सा नहीं है? अनुभव से तर्क की ओर, ज्ञान से अज्ञात की ओर, सरल से कठिन की ओर, सक्रियता से निष्क्रियता की ओर. ऑप्शन डी ആണ് करेक्ट आंसर, सक्रियता से निष्क्रियता की ओर. नेक्स्ट क्वेश्चन, नाटक शिक्षण की प्रणाली चुनिए. ऑप्शन ए भाषा यंत्र प्रणाली. ऑप्शन बी चित्र वर्णन प्रणाली. ऑप्शन सी मंत्रण प्रणाली. ऑप्शन डी रंग मंच प्रणाली. रंगमंचिലാണല്ലോ, സ്റ്റേജിലാണല്ലോ നാടകം നടക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, रंगमंच प्रणाली. नेक्स्ट क्वेश्चन, दृश्य श्रव्य उपकरण के लिए उदाहरण चुनिए. दृश्य श्रव्य കാണും വേണം, നമുക്ക് കേൾക്കും വേണം കേട്ടോ. ഓക്കെ, ऑप्शन ए फ्लैश कार्ड. ऑप्शन बी तालिका. ऑप्शन सी विद्यालय पत्रिका. ऑप्शन डी प्रोजेक्टर ആണ് करेक्ट आंसर. नेक्स्ट क्वेश्चन, वाइगॉट्स्की की देन क्या है? वाइगॉट्स्की, पियाजे, ബ്രൂണർ, നോം ചോംസ്കി, ഭാഷായി കൗശൽ, ഇതെല്ലാം പെഡഗോഗിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് അതിൻ്റെ എല്ലാം ഉപചാരാത്മക ശിക്ഷയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് കാണാം. ऑप्शन ए आदर्शवाद. ऑप्शन बी सामाजिक ज्ञान निर्मितिवाद. ऑप्शन सी प्रयोगवाद. ऑप्शन डी व्यवहारवाद. ऑप्शन बी ആണ് करेक्ट आंसर, सामाजिक ज्ञान निर्मितिवाद. नेक्स्ट क्वेश्चन, किसको
त्रिभुजी प्रक्रिया कह सकते हैं। त्रिभुजी प्रक्रिया। ऑप्शन ए पुस्तकालय, ऑप्शन बी शिक्षण, ऑप्ഷൻ सी വിദ്യാലയ, ഓപ്ഷൻ ഡി ഭാഷൺ. ഓപ്ഷൻ ബി ആണ് ശിക്ഷണാണ് കേട്ടോ. ത്രിഭുജി പ്രക്രിയ ഏതാണ്? ശിക്ഷണാണ്, പഠിപ്പിക്കലാണ്. नेक्स्ट क्वेश्चन, विशेष मदद चाहने वाले छात्रों के लिए किस प्रकार का अध्ययन उचित है? विशेष मदद चाहने वाले छात्रों के लिए किस प्रकार का अध्ययन उचित है? ऑप्शन ए सहशिक्षा, ऑप्शन बी समयोजित अध्ययन, ऑप्शन सी दूर शिक्षा, ऑप्शन डी ആലോചനാപരക അധ്യയൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. സംയോജിത് അധ്യയനാണ് അവർക്ക് വേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. नेक्स्ट क्वेश्चन, करके सीखने की विधि किससे जुड़ी हुई है? करके सीखने की विधि. ऑप्शन ए प्रत्यक्ष विधि, ऑप्शन बी गेल विधि, ऑप्शन सी निगमन विधि, ऑप्शन डी व्याख्यान विधि. ऑप्शन बी आने करेक्ट आंसर गेल विधि. नेक्स्ट क्वेश्चन, पाठ की समाप्ति के उपरांत किया जाने वाला मूल्यांकन चुनिए. ऑप्शन ए पाठ्य वस्तु मूल्यांकन, ऑप्शन बी पाठ्यांतर्गत मूल्यांकन, ऑप्शन सी पाठ से पूर्व मूल्यांकन, ऑप्शन डी पाठोपरांत मूल्यांकन. ഇത് ക്വസ്റ്റ്യന് തന്നെ നമുക്ക് ആൻസർ എത്താൻ പറ്റും. പാഠ് की समाप्ति के उपरांत किया जाने वाला मूल्यांकन, पाठोपरांत मूल्यांकन. ऑप्शन डी ആണ് करेक्ट आंसर. नेक्स्ट क्वेश्चन, हिंदी के शिक्षण में उचित कक्षाई वातावरण से क्या तात्पर्य है? ऑप्शन ए हिंदी का माहौल बनाए रखना, ऑप्शन बी गृह कार्य देना, ऑप्शन सी परीक्षा चलाना, ऑप्शन डी शिक्षक केंद्रित कक्षा. ऑप्शन ए ആണ് करेक्ट आंसर. हिंदी का माहौल बनाए रखना. हिंदी ആണല്ലേ. हिंदी के शिक्षण के उचित कक्षाई वातावरण ആണ്. അപ്പോൾ എന്താണ്? हिंदी का माहौल बनाए रखना. नेक्स्ट क्वेश्चन, एक लेखक की रचना पढ़कर उनके अन्य रचनाएं पढ़ने के लिए शिक्षक कहते हैं. यह किसका उदाहरण है? ऑप्शन ए अतिरिक्त वाचन, ऑप्शन बी अनुकरण वाचन, ऑप्शन सी संक्षिप्तीकरण, ऑप्शन डी पुनरावलोकन. ऑप्शन ए ആണ് करेक्ट आंसर तो अतिरिक्त वाचन ആണത്. नेक्स्ट क्वेश्चन, शिक्षा कैसी होनी चाहिए? ऑप्शन ए बाल केंद्रित, ऑप्शन बी शिक्षक केंद्रित, ऑप्शन सी समाज केंद्रित, ऑप्शन डी अभिभावक केंद्रित. ऑप्शन ए ആണ് ബാല കേന്ദ്രിതാണ് കേട്ടോ കറക്റ്റ് ആൻസർ. കുട്ടികളെ കേന്ദ്രീകരിച്ച് വേണം നമ്മൾ ശിക്ഷ നടത്താൻ. അധ്യാപകനെയോ സമൂഹത്തെയോ പാരൻസിനെയോ ഒന്നും കേന്ദ്രീകരിച്ചിട്ടല്ല. നെക്സ്റ്റ് क्वेश्चन, पाठ्य सहगामी क्रिया का उदाहरण है. पाठ्य सहगामी क्रिया का उदाहरण. ऑप्शन ए विद्यालय पत्रिका तैयार करना, ऑप्शन बी पाठ्य योजना तैयार करना, ऑप्शन सी श्याम पट का उपयोग करना, ऑप्शन डी अभिभावकों से मिलना. अभिभावक मीन्स पेरेंट्स ആണ് കേട്ടോ. ऑप्शन ए ആണ് करेक्ट आंसर. विद्यालय पत्रिका तैयार करना. विद्यालय पत्रिका तैयार करना. नेक्स्ट क्वेश्चन, ज्ञान का निर्माण कर्ता कौन है? ज्ञानത്തിൻ്റെ നിർമ്മാതാവ് ആരാണ്? ऑप्शन ए अध्यापक, ऑप्शन बी अध्येता, ऑप्शन सी अधिकारी, ऑप्शन डी अध्ययन. ऑप्शन बी अध्येता. अध्येता मीन्स സ്റ്റുഡൻ്റ് എന്നാണ് കേട്ടോ അർത്ഥം. അധ്യേത കുട്ടിയാണ് ജ്ഞാനത്തിൻ്റെ നിർമ്മാതാവ്. ഓക്കെ. नेक्स्ट क्वेश्चन, एक कालांश में सिखाने का शिक्षक द्वारा पूर्व नियोजन क्या है? ओके. ऑप्शन ए दैनिक योजना, ऑप्शन बी प्रदत्त कार्य लिखना, ऑप्शन सी रपट लिखना, ऑप्शन डी वार्षिक योजना. ऑप्शन ए ആണ് दैनिक योजനയാണ് കേട്ടോ करेक्ट आंसर. नेक्स्ट क्वेश्चन, त्रिभाषा सूत्र में पहले स्थान में है. ഏതാണ്? ഓപ്ഷൻ എ മാതൃഭാഷ, ഓപ്ഷൻ ബി വിദേശി ഭാഷ, ഓപ്ഷൻ സി പ്രാചീന ഭാഷ, ഓപ്ഷൻ ഡി ലോക ഭാഷ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മാതൃഭാഷ. नेक्स्ट क्वेश्चन, अधिकतम उपलब्धियों की पूर्ति जांचने में सहायक क्या है? अधिकतम उपलब्धि. ऑप्शन ए मूल्यांकन, ऑप्शन बी सेवाकालीन प्रशिक्षण, ऑप्शन सी दल विभाजन, ऑप्शन डी प्रस्तावना देना. ऑप्शन ए ആണ് करेक्ट आंसर, मूल्यांकन.
नेक्स्ट क्वेश्चन, बोल कर अभिव्यक्त करने को क्या कहते हैं? ഭാഷായി കൗശൽ എന്ന് വീണ്ടും ക്വസ്റ്റ്യൻ വന്നേക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഭാഷായി കൗശൽ. ഓപ്ഷൻ എ ശ്രവൺ, ഓപ്ഷൻ ബി ഭാഷൺ, ഓപ്ഷൻ സി വാചൻ, ഓപ്ഷൻ ഡി ലേഖൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബോൾക്കർ അഭിവ്യക്ത് करना ഏതാണ്? ഭാഷൺ. नेक्स्ट क्वेश्चन, छात्रों के संपूर्ण एवं निरंतर मूल्यांकन क्या है? ऑप्शन ए सह मूल्यांकन, ऑप्शन बी सतत एवं समग्र मूल्यांकन, ऑप्शन सी संरचनात्मक मूल्यांकन, ऑप्शन डी अत्यांतिक मूल्यांकन. ऑप्शन बी ആണ് കറക്റ്റ് ആൻസർ. സതത് एवं സമഗ്ര മൂല്യാങ്കൻ. മൂല്യാങ്കൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. नेक्स्ट क्वेश्चन, पाठ्य पुस्तक किस प्रकार के वाचन के लिए अधिक सहायक है? ऑप्शन ए गहन वाचन, ऑप्शन बी मौन वाचन, ऑप्शन सी द्रुत वाचन, ऑप्शन डी विश्लेषणात्मक वाचन. ऑप्शन ए गहन वाचन. सो ഇതോടുകൂടിയിട്ട് കാറ്റഗറി 4 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ പോർഷനാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ പോർഷനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നന്നായി തന്നെ പഠിക്കുക. പെഡഗോഗി വിടരുത്, സൈക്കോളജി വിടരുത്. അതിൽ നിന്നാണ് 30 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണണം. പഠിക്കുമ്പോൾ പ്രഗതിവാദുന്ന 2 ക്വസ്റ്റ്യൻ, പ്രയോഗവാദുന്ന 2 ക്വസ്റ്റ്യൻ, നാടകം ഏതാണ്, കഹാനി ഏതാണ്, ഉപന്യാസം ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഓരോന്നും പഠിക്കുമ്പോൾ വാപ്പസി എന്നത് കഹാനിയാണോ ഉപന്യാസമാണോ എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ HSAക്ക് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുക. അതിന് ക്വാളിഫൈ ആയിട്ടുള്ളവർ ഇത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് HSA വിളിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നന്നായി ട്രൈ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പെട്ടെന്ന് തന്നെ കേട്ടിട്ട് കിട്ടുക, എന്നാൽ മാത്രമേ നമുക്ക് HSAയും UPSC ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതെല്ലാം എഴുതാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഒരു PSC കിട്ടുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമ്മുടെ ലൈഫ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊരു ജോലി എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.